അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഷഹറുല്ലാഹിൽ മുഹറം. അള്ളാഹുവിൻ്റെ മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. അതിനാൽ ഈ പുണ്യമായ മുഹറം മാസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുതുവത്സരം തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ മാസമായ വിശുദ്ധമായ മുഹറം മാസത്തിലാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല അടിവരയിട്ട് തന്നെ പറയുകയാണ്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം, മനുഷ്യന്മാരെല്ലാവരും പരാജയത്തിലാണ്. 4 കൂട്ടർ ഒഴികെയെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. വിശ്വസിച്ചവർ ഒഴികെയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും ഒഴികെയും വതവാസൗ ബിൽ ഹക്കി, പരസ്പരം സത്യത്തെക്കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരും ഒഴികെ വതവാസൗ ബിസ്സബ്ർ, ക്ഷമയെപ്പറ്റി പരസ്പരം വസിയ്യത്ത് ചെയ്യുന്നവരും ഒഴികെ എന്നാണ്. ഈ 4 കൂട്ടർ ഒഴികെ മനുഷ്യന്മാരെല്ലാവരും പരാജയത്തിലാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് തന്നെ പറയുന്നത്. അതിനാൽ നാം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുക. ഹിജ്റ മാസം തുടങ്ങുന്നത് വിശുദ്ധമായ മുഹറം മാസത്തിലാണ്. വർഷത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അതിനാൽ നാം ഈ മുഹറം മാസത്തെ ഇനിയുള്ള കാലമെങ്കിലും നല്ല രീതിയിൽ അള്ളാഹുവിനെ ആരാധനയിൽ അർപ്പിച്ചുകൊണ്ട് പടച്ചവനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. ഒരുപാട് അൻബിയാക്കളുടെ ചരിത്ര സംഭവങ്ങൾ അടങ്ങിയതായ മാസമാണ് പുണ്യമായിട്ടുള്ള മുഹറം മാസമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ മുഹറം മാസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് നാം മുഹറം 1 മുതൽ 10 വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. പരമാവധി നാം മുഹറം 9-ലെയും 10-ൻ്റെയും നോമ്പിനെ നാം അനുഷ്ഠിക്കുക. അത് വളരെയധികം പുണ്യമുള്ളതായൊരു കാര്യമാണ്. ആ മുഹറം 9ഉം 10ഉം നോമ്പ് നാം പിടിച്ചു വീട്ടുവാൻ നാം തയ്യാറാവുക. അങ്ങനെ നാം ഇത്തഖുല്ലാഹ്, അള്ളാഹുവിന് തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും മദീനത്തു റസൂലില്ല, മദീനയുടെ രാജാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും മദീനയുടെ രാജാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്വപ്നത്തിലൂടെയെങ്കിലും ഒന്ന് കാണണമെന്നുള്ള ഒരു ബോധമുണ്ടാവുക. അതിനാൽ നാം നമ്മുടെ കണ്ണുകൾ ഹറാമ് കാണുന്നതിനെ തൊട്ടും നമ്മളുടെ കൈകൾ ഹറാമ് പ്രവർത്തിക്കുന്നതിനെ തൊട്ടും വിട്ടുനിൽക്കുക. നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടു കഴിഞ്ഞാൽ നബി തങ്ങളെ കാണുവാൻ കഴിയുകയില്ല. അവിടുത്തെ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ, നമ്മുടെ ഹറാമ് പ്രവർത്തിച്ചാൽ നമ്മുടെ കൈകൊണ്ട് ആ നബി തങ്ങളെ ഒന്ന് മുസാഫഹത്ത് ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുകയും അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെട്ടതായ
റോട്ടുകളിൽ നാം സഞ്ചരിക്കുവാനും നാം തയ്യാറാവുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ഈ മുഹറം മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് വർദ്ധിപ്പിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.